കുടുംബമെന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നർത്ഥം. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ മറന്ന് സ്വന്തം സുഖത്തിലും സന്തോഷത്തിലും മതിമറന്ന് ജീവിക്കുന്ന എല്ലാ കുടുംബനാഥന്മാർക്കുമുള്ള മുന്നറിയിപ്പാണിത്. ഗബ്രിയേലിന്റെ വെളിപ്പാടുകൾ. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഈ കമ്പ്യൂട്ടർ യുഗത്തിലും അത്ഭുതങ്ങളെ അത്ഭുതമായി നാം നോക്കിക്കാണുന്ന വസ്തുതയാണ് മനുഷ്യ ശരീരം. ഇന്നും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അമ്മേ അമ്മേ, ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ. ജീവനുള്ള ശരീരത്തെ പോലും ഒരു കോശത്തെ പോലും നശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. ആയുസിൻ്റെ തിരുനാളം അണയും വരെ അതിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അമ്മേ അമ്മേ, എന്താ എന്താ മോനെ? അമ്മ അവിടെ എന്നാ ചെയ്യുവാ? എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ വല്ലതും താ. അമ്മേ വേഗം ആട്ടെ. അത്താഴത്തിന് കഴിക്കാൻ ഈ വീട്ടിൽ ഒന്നുമില്ല. എന്റെ മോൻ അല്പം കൂടി ക്ഷമിക്കും. അപ്പച്ചൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും. നുണ, അമ്മ എന്നും ഇത് തന്നെയല്ലേ പറയാറ്? അപ്പച്ചൻ ഒന്നും കൊണ്ടുവരില്ല. കുടിച്ചു ബോധമില്ലാണ്ട് വരുമ്പോ നമ്മളെ കുറിച്ച് ഓർക്കാൻ കൂടി പറ്റൂല. അല്ലേ അല്ലേ അമ്മേ? അങ്ങനൊന്നും പറയരുത്. കഠിനമായി അധ്വാനിക്കുന്ന ആളാ മോന്റെ അപ്പച്ചൻ. ക്ഷീണം മാറ്റാനാ അപ്പച്ചൻ കുടിക്കുന്നേ. കുടിച്ചാൽ കരള് കേടുവരുന്ന് സാറ് പറയാറുണ്ടല്ലോ. അപ്പൊ അത് നുണയാ? അല്ല, സത്യമാ. പിന്നെ എന്തിനാ അപ്പച്ചൻ കുടിക്കുന്നേ? അത് നമുക്ക് പറയാനല്ലേ പറ്റൂ. അനുസരിക്കാതെ ആപത്തിലേക്ക് പോകുന്നത് കണ്ട് കരയാനല്ലേ പറ്റൂ. നമ്മൾ മാത്രം എന്താ അമ്മ ഇങ്ങനെ കരയുന്നേ? കൂട്ടുകാരുടെ വീട്ടിലൊക്കെ എപ്പോഴും നല്ല സന്തോഷമാണ്. അവർക്കൊക്കെ അവരുടെ അപ്പച്ചൻ ചോദിക്കുന്നൊക്കെ വാങ്ങിക്കൊടുക്കും. സിനിമയ്ക്ക് പോകും, ടൂറിന് പോകും. ജോമോന് മാത്രം വയറ് നിറച്ച ആഹാരം പോലുമില്ല. എന്താ അമ്മ ഇങ്ങനെ? അമ്മയുടെ പൊന്നുമോ വിഷമിക്കണ്ട. എല്ലാം ശരിയാകാൻ, മോന്റെ അപ്പച്ചന്റെ ബുദ്ധി നേരെയാകാൻ പ്രാർത്ഥിക്കും. ഇല്ല, എത്ര പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ തന്നെയാ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ആ അമ്മേ, അപ്പച്ചൻ എന്തേലും കൊണ്ടുവന്നാ വിളിക്കാൻ മറക്കല്ലേ അമ്മേ. ദൈവമേ, നീ എന്നാണ് ഈ കണ്ണീർ കടലിൽ നിന്ന് എന്നെ കരകയറ്റുന്നത്? എന്റെ പൊന്നുമോന്റെ വിശപ്പടക്കാനുള്ള വഴിയെങ്കിലും എനിക്ക് നീ കാണിച്ചു തരണേ എന്റെ കർത്താവേ. എന്റെ കർത്താവേ, എന്റെ പൊന്നു തമ്പുരാനേ, ദാ വന്നു. വെള്ളം വീഞ്ഞാക്കിയവനെ, കടലിന്റെ മീതെ നടന്നു പോയവനെ, എന്റെ പൊന്നു തമ്പുരാനേ. കാനായിലെ വെള്ളം വീഞ്ഞാക്കിയവനെ, കർത്താവേ. എല്ലാരും കൂടി പാടിപ്പാടി ഇവിടെ അവസ്ഥ അത് തന്നെയായി. ബാറിലൊക്കെ വിസ്കിയും ബ്രാൻഡിയും റമ്മും ഒന്നുമില്ല. വീഞ്ഞും ബീറും ഒക്കെ ഉള്ളൂ. അതില് പാതി വെള്ളം. എന്ത് പറയാ? കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ എടുക്കുന്നതല്ല പണി. ബിവറേജിന്റെ ക്യൂവിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചെടുക്കുന്നതാണ് പണി. ഏത്? അത് വലിയ പണിയാ. കള്ളപ്പണക്കാരെ ഇല്ലാതൊക്കെ 500,000 നിരോധിച്ചപ്പോ കൂലിപ്പണിക്കാരനായി പെട്ടത്. കൂലിയില്ല. 2 ദിവസം കൂടുമ്പോ ചിലപ്പോ 2000 ഒരെണ്ണം കിട്ടും. ഏത്? അല്ലെങ്കിൽ കിട്ടിയിട്ടിപ്പ എന്തിനാ? അവക്ക് പിടിച്ചില്ല. പട്ടിക്ക് ടെലഗ്രാം കിട്ടിയ പോലെയാണത്. അതുകൊണ്ട് ചന്ത മുഴുവൻ ഇറങ്ങിയാല് ചില്ലറ കിട്ടൂല. ഏത്? എന്റെ അമ്മച്ചിയോ മനുഷ്യച്ചങ്ങളുടെ അകത്ത് നിന്ന് കഷ്ടപ്പെട്ട് കൗണ്ടറിലേക്ക് എത്തുമ്പോ ചില്ലറയില്ലാന്ന് പറഞ്ഞ ചങ്ക് പൊട്ടി പോകൂലേ? ഇല്ലേന്ന്. അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായെ, നീ ഏതേലും കുളമോ കിണറോ പെട്ടെന്ന് വീഞ്ഞാക്കി തരില്ലേ? വീഞ്ഞൊക്കെ ബുദ്ധിമുട്ടാണ്. വല്ല ജപാനോ സൽസയൊക്കെ ആക്കി തന്നത് മതി. ഏത്?
ജോമോനെ അപ്പടം മുറ്റേ ചക്കുളു പഞ്ചാരേ പുഞ്ഞാരമുറ്റ് തക്കുടു. വിളിച്ചു പോവണ്ട, കൊച്ചു കിടന്നുറങ്ങി. അത്താഴം കഴിച്ചാണോടി അവൻ ഉറങ്ങിയത്? അല്ല. അതെന്താടി പാറേ അല്ല സാറേ, എന്റെ മോൻ അത്താഴ പട്ടിണി കിടന്നുറങ്ങിപ്പോയത്? എടി എന്താണെന്ന് സമാധാനം പറയടേ. അതിനിവിടെ എന്തിരിക്കുന്ന അത്താഴത്തിന് കൊടുക്കാൻ? കിട്ടുന്നത് മുഴുവൻ കള്ളും ചാരവും വലിച്ചു കേട്ടിട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ കാര്യം ഭംഗിയായല്ലോ. എടി നിന്റെ അപ്പൻ കാളവർക്ക് ദേഹണ്ണിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണോടി ഞാൻ കുടിക്കണത്? ആണോടി? ആണോന്ന്? എന്തിനാ മരിച്ചുപോയ എന്റെ അപ്പനെ പറയുന്നത്? അങ്ങേര് നിങ്ങൾക്ക് എന്നാ ദ്രോഹം ചെയ്തു? അയ്യാ, എന്ത് ദ്രോഹം ചെയ്തെന്ന? ഇത്ര ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ ഈ ലോകത്തുണ്ടോടി പരന്നാറി? വെറും 50,000 ഉലുവയും 15 പവന് തന്നല്ലോടി കാക്ക പോലും കൊത്താത്ത നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഓ, അല്ലെങ്കിൽ 50 ലക്ഷവും കാറും സ്ത്രീധനവും കൊണ്ട് സിനിമാ നടിയെ പോലെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വന്നാനേ. കല്യാണം കഴിക്കുമ്പോഴേ പാടത്ത് കോലം വെക്കാൻ കൊണ്ടെന്നാണോന്നാ എല്ലാവരും ചോദിച്ചത്. ആഹാ, ഏതവനാടി അങ്ങനെ ചോദിച്ചത്? സ്ത്രീധനമായിട്ട് തന്നതെല്ലാം വിറ്റു തുലച്ച് പിന്നെ ഓരോ കാര്യം പറഞ്ഞ് ചോദിച്ചപ്പോഴൊക്കെ തന്നു. നാണമുണ്ടോ നിങ്ങൾക്ക്? അന്തസ്സുള്ള ആണുങ്ങളെ കെട്ടിയ പെണ്ണിനെയും കുഞ്ഞിനെയും നോക്കാൻ അമ്മായിയപ്പന്റെ അളിയന്മാരുടെയും പോക്കറ്റിൽ കൈയിട്ട് വാരുകയല്ല. അതിന് ആണത്തം വേണം, ആണത്തം. ആഹാ, നീ എന്റെ ആണത്തത്തെ ചോദ്യം ചെയ്താടി. നിനക്ക് ഞാൻ എന്റെ ആണത്തം കാണിച്ചു തരാടി. ഇങ്ങോട്ട് വാടി. എന്താണ് ആണത്തം? ഇങ്ങോട്ട് വാ. എന്റെ ആണത്തം, എന്റെ ആണത്തം കാണാനാടി ആണത്തം. ഇതാടി ആണത്തം. ശരി, അങ്ങനെ ആയിക്കോട്ടെ, വരവ് വെച്ചിരിക്കുന്നു. അങ്ങനെ മര്യാദക്ക് ജീവിക്കണം. പാവപ്പെട്ട ഭർത്താക്കന്മാരെ അനുസരിച്ച് ജീവിക്കണം. ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സമാധാനം തരില്ലെന്ന് വെച്ചു മനുഷ്യന്റെ കൺട്രോള് പോകില്ലെന്ന്. അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ. ഇനി മനസ്സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാം. ഈശോയെ, നാളെ എങ്കിലും ബാങ്കിന്റെ ക്യൂ, ബിഗറേസിന്റെ ക്യൂ ഒന്ന് കുറച്ച് തരണേ കർത്താവേ. പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂ. പൈതലേ ജോബോജേ, കേട്ടു കേട്ടു. ഗബ്രിയേൽ, ഗബ്രിയേൽ. അയ്യോ, ഈശോ ഔസേപ്പേ, തമ്പുരാനെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. നീ എന്താണ് പുലമ്പുന്നത്? അറിയാവുന്നൊരു പ്രാർത്ഥന ചൊല്ലിയതാ. എന്തിന്? പ്രാർത്ഥനയും കുരിശുള്ളടുത്ത് ചെകുത്താന്മാർ അടുക്കയില്ലെന്ന് പള്ളിയിലച്ചൻ പറഞ്ഞിട്ടുണ്ട്. ദേ, അടുക്കരുത്. സത്യമായിട്ടും അമ്മച്ചിയാണ് കുരിശെ തറക്കി. അടുക്കരുത്. കുരിശിനെ പേടിയില്ലാത്ത ആത്മാവാ. ഒന്ന് പേടിക്കണ്ട ആത്മാവേ. ഇങ്ങനെ ചിരിച്ചെന്നെ പേടിപ്പിക്കരുത്. ഇപ്പൊ തന്നെ അടിച്ചതെല്ലാം പോയി. ഞാനൊരു പാവമല്ലേ? വേറെ എന്തോരം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ പോയി പേടിപ്പിക്കും ചെകുത്താൻ ചേട്ടാ. കഴുതേ, അപ്പനൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നോടാ. അയ്യോ, എന്റെ അപ്പൻ
ആനറാഞ്ചി കൊച്ചൗസേപ്പ്. ആനറാഞ്ഞി നിന്റെ തന്ത. അത് തന്നെയാണപ്പാ ഞാനും പറഞ്ഞത്. അപ്പൻ എന്തിനാണ് ഈ എല്ലും കൂട്ടിന്ന് എഴുന്നേറ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തോരം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അതിനകത്തോട്ടാക്കിയത്. മരിച്ച് മണ്ണടിച്ച് 10-12 കൊല്ലമായി. എന്നിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്ന മര്യാദയാണോ എന്റെ അപ്പ? മരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മര്യാദ വേണം. അതേടാ, നിന്റെ കൊള്ളരുതായ്മകളാ എന്നെ വീണ്ടും വരുത്തിയത്. നീ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നിത്യനരകത്തിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലാണ് നീ. അതിന് ക്യൂ ആണോ? ക്യൂ നിന്ന് തോറ്റ്. ഞാൻ എന്ത് പാപം ചെയ്തെന്ന് അപ്പ പറഞ്ഞോണ്ട് വരുന്നേ? ആരുടെ ഒരു മുതലും കക്കാതെ പിടിച്ചു പറിക്കാതെയും അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാ ഞാൻ. അപ്പനറിയോ? അതേടാ, ജീവിക്കുന്നത് നീ മാത്രമാ. കിട്ടുന്ന കാശിനെ കുടിച്ച് നീ നിന്റെ സുഖം തേടുമ്പോ നിന്റെ ഭാര്യയും കുഞ്ഞും നിത്യ ദാരിദ്ര്യത്തിലാ. അത് കാണാൻ നിനക്ക് കണ്ണുണ്ടോടാ മഹാഭാവി? അപ്പൻ എന്താണ് അപ്പൊ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അധ്വാനത്തിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് മിണ്ടരുത്. ഞാനും നിന്നെ പോലെ അധ്വാനിച്ചവനാ. നീ അടക്കം 9 വയറ് തീറ്റിപ്പോറ്റിയവനാ. കള്ളു കുടിച്ച മരണം, ക്ഷീണോ, നീരുവീഴ്ച എനിക്ക് മരണം വരെ ഉണ്ടായിട്ടില്ലടാ. അറിയോ നിനക്ക്? അതെ എന്റെ അപ്പ, കള്ളു കുടിച്ച ക്ഷീണോ നീര് വീഴ്ച ഒന്നും പോവില്ല. അന്ന് ചാരായ ഉണ്ടായിരുന്നില്ലേ? അങ്ങ് വലിച്ചു വാരി കേറ്റായിരുന്നില്ലേ? ചവിട്ടി കൂട്ടി ഞാൻ. അന്ന് ഞാൻ വീശിയിരുന്നെങ്കിലേ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കുമായിരുന്നില്ല. എന്തെങ്കിലും വയറ് വയസ്സ് നടന്ന് ഉറങ്ങിയിട്ടുണ്ടോ നീയൊക്കെ? ഉണ്ടാടാ. അതില്ല. കുടുംബത്തിന് വേണ്ടി ഞാൻ ആശയടക്കി ജീവിച്ചത് കൊണ്ടാണ്. മനസ്സിലായി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് ഈ അപ്പൻ ഈ പറയണത്? നീ മാറണം. എങ്ങോട്ട്? എടാ, ആശ്രയിച്ചു കഴിയുന്നവരെ പട്ടിണിക്കിടുന്നത് കൊടും പാപമാണ്. നരകത്തിൽ വലിയ ചെമ്പ് പാത്രങ്ങളിൽ നിനക്ക് വേണ്ടിയുള്ള എണ്ണ തിളക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എനിക്കെന്തിനാണ് അത്രയും വെളിച്ചെണ്ണ തിളപ്പിക്കണത്? അവിടെ കാറ്ററിംഗിന്റെ പരിപാടിയാണ്. അതെ, സാത്താന്മാരുടെ ഇഷ്ടഭോജ്യം പാപികളുടെ ആത്മാവാണ്. നിന്നെ അവർ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അയ്യോ, അപ്പൊ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കണത്? എല്ലും മുറിയെ പണിയെടുത്ത് നിന്നെ തീറ്റുപോറ്റിയ എന്നോടും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയോടും നീ എന്താണ് ചെയ്തത്? വാർദ്ധക്യകാലത്ത് നീ ഞങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയില്ലടാ. അപ്പൊ അതൊന്നും ഇതുവരെ മറന്നില്ലേ? അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ക്ഷമി. ഇപ്പൊ നീ ചെയ്യുന്നത് എന്താണ്? നിന്റെ ഭാര്യയും കുഞ്ഞും വിശന്ന് നിന്റെ മർദ്ദനമേറ്റ് തളർന്ന് നിന്നെ ശപിച്ചുകൊണ്ട് ഉറങ്ങുന്നു. നീ ദൈവവചനങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. വചന കൂട്ടായ്മയിൽ നീ പങ്കുചേരുന്നില്ല. നന്നാകാനുള്ള അവസരങ്ങൾ നീ ഒന്നൊന്നായി പാഴാക്കി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ തിരുത്താൻ അവസരമില്ല അപ്പ. ആ അവസരമാണിത്, അവസാനത്തെ അവസരം. ഇതങ്ങ് പോട്ടപ്പാ. ഇനി ഇത് തിരുത്താനുള്ള അവസരമൊന്നുമില്ല. നിന്നെ ഒരാത്മാവ് കൂടി ഈ രാത്രിയിൽ സന്ദർശിക്കും. അയ്യോ, വീണ്ടും ആത്മാവാ? ഇതെന്ത് ആത്മാക്കളുടെ സംസ്ഥാന സമ്മേളനം നടക്കണ ഇവിടെ? എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യേണ്ട അപ്പനെ എല്ലുംകൂട്ടിലോട്ട് ചെല്ല്. നാളെ മുതൽ നന്നായിക്കോളാം. ഇല്ല, അതിൽ നിന്നൊഴിവാകാൻ നിനക്കാവില്ല. എന്റെ മകന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ കർമ്മമാണിത്. ഉറങ്ങിക്കോളൂ, ശാന്തമായി ഉറങ്ങിക്കോളൂ. നിന്റെ അപ്പന് യാത്രയാവുകയാണ്. ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ വരില്ല. രാത്രി വന്ന് പേടിപ്പിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ അടിച്ച ഫിറ്റും പോയി. ഇത് എന്തൊരപ്പനാണ്? ഇനി 2 അടിക്കാന്ന് വെച്ച സാധനവും കയ്യിലില്ല. ഇനി ഏത് ആത്മാവാണോ വരുന്നത്? കർത്താവേ, സകലാത്മാക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, കാത്തു രക്ഷിക്കണേ. സകല പുണ്യാളന്മാരെ കാത്തുകൊള്ളണേ, രക്ഷിക്കണേ. സാറേ, എടി സാറേ, അവള് സുഖമായിട്ട് കിടന്ന് ഉറക്കട്ടെ. പോത്ത് ഞാനിവിടെ ഒറ്റക്ക്. എന്റെ ദൈവമേ, ആത്മാക്കളൊന്നും വരല്ലേ. എന്നെ കാത്തുകൊള്ളണേ, സകല ആത്മാക്കളൊന്നും രക്ഷിക്കണേ കർത്താവേ. ഗബ്രിയേൽ, ഗബ്രിയേൽ, അയ്യോ,
അമ്മച്ചിയെ പറഞ്ഞു വിട്ടോ. എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് പേടിയാണ്. സത്യമായിട്ട് അമ്മച്ചി എന്റെ അടുത്തേക്ക് വരരുത്. എന്നിൽ നിന്നും നിനക്ക് എങ്ങോട്ട് ഓടി ഒളിക്കാനാവില്ല ഗബ്രിയേൽ. വരൂ, അടുത്തേക്ക് വരൂ. ഇത് 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 എനിക്കറിയാലോ. ഇത് മദർ അല്ലേ? മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ. ഞാൻ സ്വപ്നം കാണുകയാണോ? ഇങ്ങനെ എന്നെ പോലെ ഒരു പാപിക്കും അമ്മ ദർശനം കൊടുക്കുവോ? ആരോഗ്യവന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യന്റെ ആവശ്യം. കേട്ടിട്ടില്ലേ? ഉണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. എന്നെ ഈ രാത്രിയിൽ ഒരു ആത്മാവ് സന്ദർശിക്കുമെന്ന് അപ്പം ഞെല്ലിൻകുട്ടിന്ന് വന്ന് പറഞ്ഞു. ആ ആത്മാവിനോട് വരണ്ടാന്നൊന്ന് പറയാമോ മദറെ? ഇല്ല. അതെന്താ? ആ ആത്മാവാണ് ഞാൻ. ഈ വിളിയെന്നും ആത്മാർത്ഥതയോടെ വിളിച്ചിരുന്നെങ്കിൽ എനിക്കും നിന്റെ പിതാവിനും നിന്നെ ഇങ്ങനെ കാണാൻ വരേണ്ട ആവശ്യം വരില്ലായിരുന്നു. നിന്നെ ഞാൻ നിന്റെ ഭാവി കാലം ഗോചരമാക്കുന്ന വഴിയിലൂടെ നയിക്കാൻ പോകുന്നു. ജീവിതം നീ ഈ രീതിയിൽ തുടർന്നാൽ നീ കടന്നു പോകേണ്ട വഴികളിൽ കൂടി നമ്മൾ അദൃശ്യരായി നിന്റെ ഭാവി കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വരൂ ഗബ്രിയേൽ. ഇതാരാണെന്ന് മനസ്സിലായില്ല? ഇത് നിങ്ങളുടെ മകനാണ്, ജോമോൻ. അവൻ ഇത്രയും വളർന്നോ? താടിയും മീശയൊക്കെയായി ഒരു ഒത്ത പുരുഷനായിരിക്കുന്നു. അതെ, എല്ലാ അർത്ഥത്തിലും അവൻ വളർന്നിരിക്കുന്നു, അപ്പനേക്കാളും. അവന്റെ വളർച്ച എന്താണെന്ന് നോക്കിക്കാണ്. എവിടെ ആയിരുന്നടാ ഇതുവരെ? എത്ര നേരമായി കാത്തു നിൽക്കുന്നു? ഓടിച്ചെന്ന് വാങ്ങിക്കൊണ്ടുവരാനേ ഇത് അരിയും പച്ചക്കറിയൊന്നല്ല. ഒന്ന് ക്ഷമി ബ്രോ. വേഗം ഇങ്ങോട്ട് എടുക്ക്, ഒന്ന് അടിച്ചു കേട്ടിട്ടെ. ഇതിന്റെ ഒരു സുഖം ഒരു ഫുൾ ബോട്ടിൽ അടിച്ചാലും കിട്ടില്ല. സ്മെല്ലുമില്ല, ഗ്ലാസും വെള്ളവും ഒന്നും വേണ്ട. എവിടെ വേണമെങ്കിലും നമുക്കങ്ങ് പറന്ന് നടക്കാം. ഇത് കണ്ടുപിടിച്ച എന്റെ പൂർവന്മാരെ, നിങ്ങൾക്കൊരായിരം നന്ദി. ഫ്രീക്ക് കട്ട കുത്തി കയറ്റിക്കോ, വൈകിട്ട് പണിയാളാണ്. മച്ചാനെ 5 ലക്ഷത്തിന്റെ കൊട്ടേഷൻ ആണ്ടാ, ആശ്രയിച്ച് പണിയണം. അയ്യോ, അവൻ എന്താണ് കുത്തിക്കേറ്റത്? അവന് വേദനിക്കില്ലേ? അവനൊന്നും അറിയില്ല. നിന്റെ പഴയ കാലമല്ല ഗബ്രിയേൽ, ഇത് ന്യൂ ജനറേഷനാ. അവരിൽ പലരും മദ്യത്തിന് പകരം മയക്കുമരുന്നിന്റെ ലോകത്താ. മദർ, അയ്യോ എന്റെ മോൻ. ഇപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല ഗബ്രിയേൽ. ഇപ്പോ കരഞ്ഞു തീർത്താൽ ഇനിയും നിനക്ക് കരയാൻ കണ്ണുനീരുണ്ടാവില്ല. വാ, നമുക്ക് മാറി നിന്ന് കാണാം. ഓക്കെ, അപ്പോ ഇന്ന് ആ തെണ്ടിയുടെ അവന്റെ പേരെന്താ? അല്ലെങ്കിൽ തന്നെ ഇരയുടെ പേര് നമ്മളെന്തിനു ഓർക്കണം? കാശ് പറയുന്നു, കരാർ ഉറപ്പിക്കുന്നു. 5 ലക്ഷത്തിന്റെ ഇരയെ തേടി നമുക്ക് ഇറങ്ങാം ബ്രോ. ഞാൻ ഇരയെ അതിന്റെ മടയിൽ ചെന്നേ കൊല്ലാറുള്ളൂ, ഈ പുലിമുരുകൻ കാട്ടിലിറങ്ങുന്നത് പോലെ. അപ്പോ ടൂൾസ് ഒക്കെ റെഡിയല്ലേ? എടുക്കടാ. എന്നാ പിടിക്കും മച്ചാ. മദർ, എന്റെ മോൻ അവന്റെ ഒരു വാടക കൊലയാളിയായിരിക്കുന്നു. അയ്യോ,
മദ്യപാനിയുടെ കുടുംബം തീപിടിച്ച കപ്പൽ പോലെയാണ്. അവിടെ നിന്നും കൂലിത്തല്ലുകാരനും വേശ്യയും ഇറങ്ങി വരും. വളർന്നു വലുതായപ്പോൾ നിന്റെ മകൻ കുറ്റവാസനയുള്ളവനായി, ലോകത്തോട് മുഴുവൻ പകയുള്ളവനായി. അയ്യോ, എന്റെ മോൻ, എന്റെ പൊന്നുമോൻ, ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല മകൾ. ഞാനകെ തളർന്നു പോവുകയാണ്. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തത്? നീ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. നിന്നെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. കൊട്ടേഷനാ 5 ലക്ഷം. നിന്റെ ജീവൻ എടുക്കാനുള്ള കൂലി. എനിക്ക് ആ പണം വേണം ബ്രോ. എന്താ അപ്പൊ വടിയാവുമല്ലേ? സാറ, അവൾ പൊന്നുപോലെ അവളിതെങ്ങനെ സഹിക്കും? ഈ സ്നേഹം നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവളുടെ ജീവൻ കൊടുത്ത് വളർത്തിയ മകൻ അമ്മയെ സ്നേഹിക്കുന്നത് നിനക്ക് കാണണ്ടേ? വാ. നിന്നെ അന്വേഷിച്ച് ഇവിടെ പോലീസ് വന്നിരുന്നു. നീ ആരെയോ കൊന്നെന്ന് പറഞ്ഞു. എന്താ എന്താ ഉണ്ടായത്? അവർക്ക് ആള് മാറിപ്പോയതാണോ? എങ്കിൽ വാ, നമുക്ക് പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. വാ മക്കളെ, വാ. ആരെ ബോധ്യപ്പെടുത്താനാ? പോലീസിനെയോ? തള്ള, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അല്ല മക്കളെ, നമ്മുടെ നിരപരാധിത്വം. ആരുടെ നിരപരാധിത്വം? തള്ളേ, ഞാൻ ഒരാളെ കൊന്നു, അത് സത്യ. 5 ലക്ഷം കയ്യിൽ എണ്ണി വാങ്ങിയിട്ടാ ഞാനത് ചെയ്തത്. വേറെ ഏത് ജോലി കിട്ടും തള്ള ഇത്ര വലിയ പ്രതിഫലം? എന്നെ രക്ഷിക്കാനുള്ള വഴിയും അവർ ചെയ്തോളും. നിങ്ങൾ വെറുതെ ഷോ കാണിക്കാതെ പോതള്ളേ. വേണ്ട മക്കളെ, അങ്ങനെ ഒരു ശാപം എന്റെ മോന്റെ മേൽ വേണ്ട. മരണപ്പെട്ടവന്റെ കുടുംബം, അവന്റെ മക്കൾ, അവരുടെ വിലാപങ്ങൾ. അയ്യോ എന്റെ കർത്താവേ, നമുക്ക് ആ കാശ് വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകാൻ പോണില്ല. വാ, നമുക്ക് പറ്റിയ തെറ്റുപോയി ഏറ്റു പറയാം. വാ മക്കളെ. എന്ത് മണ്ടത്തരോ തള്ള നിങ്ങളീ പറയണേ? തെറ്റേറ്റു പറഞ്ഞാൽ ഉടൻ അവരുടെ അവാർഡ് നിന്ന് സ്വീകരിക്കാൻ പോവല്ലേ? ദേ, വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടാതെ സാറ ചെല്ല്. ചെല്ലാൻ മോനെ. കേറി പോതള്ളേ. സാറയുടെ ജീവിതം ഇപ്പൊ പൂർത്തിയായി. സ്വപ്നങ്ങളെല്ലാം പൂർണ്ണമായി. അൾത്താര സാക്ഷിയായി മിന്നുകെട്ടിയ ഭർത്താവിന് വേണ്ട. ജീവിതത്തിന്റെ പകുതിയും സ്വപ്നങ്ങളും കരുതലും നിറച്ച് ആറ്റുനോറ്റു വളർത്തിയ പൊന്നുമോന്റെ ജീവിതവും പാഴായി. ആശയറ്റ ഒരു അമ്മയുടെ ജീവിതത്തിന്റെ അവസാന പ്രതീക്ഷകളും സ്വപ്നങ്ങളും നീ കെടുത്തിക്കളഞ്ഞത്. നിന്നെ ഞാൻ ശപിക്കുന്നില്ല. കാരണം ഞാൻ ഒരു
അമ്മയല്ലേ, പെറ്റമ്മ. ഈശോയെ, തമ്പുരാനെ, എന്നെ ഈ നരകത്തിൽ നിന്ന് എത്രയും വേഗം ഒന്ന് അവസാനിപ്പിച്ചു തരണേ. എന്റെ കർത്താവേ. ഒട്ടുമേ നിന്ന് കള്ളക്കരച്ചിൽ കരഞ്ഞ് ദൈവത്തെ കൂടെ ശല്യപ്പെടുത്താതെ പോയി ചാകുതളെ. എന്നെ കൊണ്ട് അതും കൂടെ ചെയ്യിക്കാതെ സ്വയം അങ്ങ് ചെയ്യ്. ഞാനെങ്കിലും സ്വസ്ഥമായി ജീവിക്കട്ടെ. നാശം. വേണ്ട, അമ്മയെ കൊന്നവനെന്നൊരു ശാപം കൂടി നിന്റെ തലയിൽ വീഴണ്ട. നീ പറഞ്ഞത് ശരിയാ. ആശയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നശിച്ചവർക്ക് ആശ്രയം മരണമോ? ജീവിതത്തിൽ തോറ്റുപോയൊരു സ്ത്രീയുടെ ജയിക്കാനുള്ള അവസാന ശ്രമം അത് മരണമോ? കർത്താവേ, അവിടെ നീ എന്നെ തോൽപ്പിക്കല്ലേ. നോക്കി നിൽക്കാതെ പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കതള്ളേ. നാശം. ഒന്ന് അവസാനിപ്പിക്ക്. വേനൽ കൂട്ടിനുള്ളിൽ കനലായിരിയുന്നു കണ്ണീർ പക്ഷി. ഉരുകുന്ന വേനൽ കൂട്ടിനുള്ളിൽ കനലായിരിയുന്നു കണ്ണീർ പക്ഷി. കാലത്തിൻ കനിവറ്റ ജ്വാലകളേറ്റ് മോഹത്തിൻ ദലങ്ങൾ കരിയുന്നു. മോഹത്തിൻ ദലങ്ങൾ കരിയുന്നു. മിനിഞ്ഞു കത്തുന്ന നാളമായി ജീവിതം ഇനി എത്ര മാത്ര എന്നറിയില്ല. എങ്കിലും ഓർമ്മയിൽ ഓമനിച്ചോട്ടെ ഒരു കുടമുല്ലപ്പൂവിൻ ആർദ്രസ്പർശം. ഒരു കുടമുല്ലപ്പൂവിൻ ആർദ്രസ്പർശം. ജോമോൻ, കൊട്ടേഷനും മയക്കുമരുന്നും. കാശ് കിട്ടിയാ നീ ആരെയും കൊല്ലും അല്ലടാ. എടാ, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നിനക്കൊക്കെ ആളെക്കൊന്ന് കാശുണ്ടാക്കി സുഖിക്കണമല്ലടാ. നിന്നെയൊക്കെ രക്ഷിക്കാൻ ഞങ്ങളുടെയൊക്കെ മേലിൽ ചില തമ്പുരാക്കന്മാരും. നിന്നെ ഇപ്പോൾ പൂട്ടാൻ പോകുന്ന ഈ പൂട്ടുണ്ടല്ലോ, ഒരു തമ്പുരാനും ഒഴിക്കാൻ പറ്റാത്ത പൂട്ടാ. സർ, എടുത്ത് ഇവനെ വണ്ടിയിലേക്ക് ഇടറോ. കഷ്ടപ്പെട്ട് വളർത്തിയ സ്വന്തം തള്ളയെ പെട്ടിയിലാക്കിയവനാണ്. ഇനിയുള്ള ഇവന്റെ ശേഷിച്ച കാലം അകത്ത് കിടക്കട്ടെ. എടുത്ത് വണ്ടിയിൽ ഇടറവനാ. മദർ, എന്റെ മോൻ. കുഞ്ഞുങ്ങൾ സ്നേഹം കാണേണ്ടത് എവിടെയാണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപൂർണമായ ജീവിതമാണ് കുഞ്ഞുങ്ങൾ കാണേണ്ടത്. അതാണ് സ്നേഹത്തിന്റെ ആദ്യ പാഠം. ഒരിക്കലെങ്കിലും ആ നല്ല മാതൃകയാകാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ഒരു നേരമെങ്കിലും വയറു നിറയെ സ്വന്തം മകൻ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കുടുംബത്തോടൊപ്പം കുറച്ചു സമയം സ്നേഹത്തോടെ ഇരുന്നിട്ടുണ്ടോ? കീറിയ വസ്ത്രവും ഉടുത്ത് പൊരിയുന്ന വയറുമായി, സ്വന്തം ദുർവിധിയോർത്ത് വിതുമ്പുന്ന ചുണ്ടുകളുമായി ഒരിക്കൽ നിന്നെ മാത്രം നോക്കി നിന്ന ആ മാലാക കുഞ്ഞിന്റെ മനസ്സ് ഇങ്ങനെ കരിങ്കല്ല് പോലെ കഠിനമാക്കിയത് നീയാണ്. സമ്മതിക്കുന്നു, ഞാനാ മഹാഭാവി. ഈ കണ്ണീരിന് ചൂടിത് പോര ഗബ്രിയേൽ. ഓരോ നിമിഷവും മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്കെടുക്കുന്ന ദിവസം വരും. അന്ന് നിന്റെ കണ്ണുകളിൽ നിന്ന് തിളച്ച രക്തം വമിക്കും. വരൂ, പോകാം. ഇനി ഒരിടത്തേക്ക് പോകണ്ട. എനിക്കിനി ഒന്നും കാണണ്ട. ഗബ്രിയേൽ, നിനക്ക് നിന്റെ അവസാനം കാണണ്ടേ? വരൂ. ജോസഫേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, ഇക്കാര്യത്തിൽ ഇനി ഒന്നും പറയണ്ട. നൂറുകണക്കിന് വിശ്വാസികൾ ജീവിതകാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ആ നല്ല മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് നമ്മുടെ ഈ സിമിത്തേരിയിൽ. ഈ പരമദ്രോഹി അടക്കം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ ശവം വെഞ്ചരിക്കാൻ പൊന്നുകുരിശുമായിട്ട് പള്ളിയിൽ നിന്ന് അച്ഛൻ വരുമെന്നും വിചാരിക്കണ്ട. കാര്യമൊക്കെ ശരിയാ, മരിച്ചുപോയില്ലേ? ശവത്തിനോട് നമ്മൾ പകരം വീട്ടാൻ പാടുണ്ടോ? വേണം. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്ന് തോന്നിവാസം ജീവിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകണം. എന്നാലും ജോസഫേ, എടോ, അവന്റെ മരണത്തിൽ വേദനിക്കുന്ന ഒരാളെ തനിക്ക് കാണിച്ചു തരാമോ? ഒരാളെ എങ്കിൽ താൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. അല്ല, അതിപ്പോ താൻ അവനു വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ, തനിക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അവന്റെ വേർപാട് ഒരു തീരെ നഷ്ടമായി പോയെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോ? അയ്യേ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ പിന്നെ വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട. ഗബ്രിയേലിന്റെ ശവം തെമ്മാടിയിൽ കുഴി തന്നെ അടക്കം ചെയ്യട്ടെ. ഞാൻ ഇത്രയ്ക്ക് അതപ്പതിച്ചവനാണ്. എന്നെ നോക്കുന്ന കണ്ണുകളിലെല്ലാം ഇത്രയ്ക്ക് വെറുപ്പ് നിറഞ്ഞിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ആയുസ് പാഴായിപ്പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഗബ്രിയേൽ, നിന്റെ അപ്പന് നിന്നോടുള്ള സ്നേഹമാണ് ഈ കാഴ്ചകളെല്ലാം നിനക്ക് അനുഭവമാക്കി തന്നത്. നിനക്ക് ഇനിയും സമയമുണ്ട്. പശ്ചാത്തപിക്കണം, ദൈവസ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹമുള്ള കുടുംബനാഥനാകണം, സമൂഹത്തിൽ സഹജീവികൾക്കെല്ലാം തുണയാകണം. ഓരോ ദിവസവും അവസാനത്തേതെന്ന് കരുതി ജീവിക്കണം. ഗോഡ് ബ്ലെസ് യു. മോനെ, മതി പഠിച്ചത്. വന്ന് കിടക്കാൻ നോക്ക്. അപ്പച്ചൻ വരാറായി. വെറുതെ തല്ലും ചവിട്ടും കൊള്ളണ്ട. വാ, വന്ന് കിടക്ക്. അമ്മയെ തല്ലുന്നത് ഞാൻ അങ്ങനെ നോക്കി വെക്കും. കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഞാളെ കൊന്നാനെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തൊക്കെയായാലും മോന്റെ അപ്പച്ചനാ. അപ്പച്ചന്റെ ദുശീലങ്ങൾ മാറാൻ പ്രാർത്ഥിക്കേ. ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല, ഇനി കുടിക്കേയില്ല. നിന്നാണെ, നമ്മുടെ മോനാണെ സത്യം. എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. ഞാൻ സ്വപ്നം കാണുവാണോ? വിശ്വസിക്കണം. ഇത്രയും കാലം ഞാൻ നിന്നോടും നമ്മുടെ പൊന്നുമോനോടും ചെയ്ത അപരാധങ്ങൾക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ഗബ്രിയേലാകില്ല. അപ്പച്ചൻ എന്താ കുടിക്കാത്ത? 2000 നോട്ടിന് ചില്ലറ കിട്ടാഞ്ഞിട്ടാണോ? അല്ല മോനെ, കിട്ടിയ കാശൊക്കെ അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചൻ അധ്വാനിച്ച് കിട്ടുന്ന കാശ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതാ. എൻ്റെ മോന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരാനുള്ളതാ.
ഇതാ സാറാ, ഇന്ന് എനിക്ക് കിട്ടിയ കാശ് മുഴുവനുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യേ. കർത്താവേ, ഈ മാറ്റത്തിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സാറാ, വഴിതെറ്റിപ്പോകുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ചില ഇടപെടലുകൾ നടത്തും. കഴിഞ്ഞ രാത്രി എനിക്കൊരു വെളിപാടുണ്ടായി. അതാണ് ഈ മാറ്റത്തിന്റെ അർത്ഥം. സ്നേഹമാണ് വലിയ ലഹരി എന്ന് എനിക്ക് മനസ്സിലായി. കുടുംബമാണ് ഏറ്റവും വലിയ ശക്തി.